നമസ്കാരം. ഇന്ത്യൻ കാർ വിപണിയിലെ രാജാക്കന്മാർ തങ്ങളുടെ ഏറ്റവും പുതിയ അസ്ത്രം പുറത്തെടുക്കാൻ പോവുകയാണ്. കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സബ് കോമ്പാക്ട് SUV-കളിൽ ഒന്നായ മാരുതി സുസുക്കി ബ്രസ അതിന്റെ ഏറ്റവും പുതിയ അവതാരത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി. ഒരു കാലത്ത് ടാറ്റ നെക്സോണും ഹ്യുണ്ടൈ വെന്യൂവും മാത്രമായിരുന്നു ഈ സെഗ്മെന്റിൽ ബ്രസയ്ക്ക് വെല്ലുവിളി ഉയർത്തിയിരുന്നത് എങ്കിൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. മഹീന്ദ്ര XUV 3XO, കിയ സോനറ്റ്, സ്കോഡ കൈലാക്ക് എന്നിങ്ങനെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വമ്പൻ എതിരാളികളാണ് ഇന്ന് വിപണി പിടിക്കാൻ കാത്തിരിക്കുന്നത്. ഈ കടുത്ത പോരാട്ടത്തിൽ തന്റെ സിംഹാസനം കാത്തു സൂക്ഷിക്കാൻ വമ്പൻ അപ്ഗ്രേഡുകളുമായിട്ടാണ് പുതിയ 2026 ബ്രസ ഫേസ് ലിഫ്റ്റ് വരുന്നത്. ജൂലൈ 24-ന് ഇന്ത്യൻ വിപണിയിൽ ഔദ്യോഗികമായി അവതരിക്കുന്ന ഈ SUV-യുടെ പ്രീ ബുക്കിംഗ് വെറും 11,000 രൂപ ടോക്കൺ തുകയിൽ മാരുതി ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിലും വലിയ സസ്പെൻസ് എന്തെന്നാൽ കാലങ്ങളായി നമ്മൾ കേട്ടിരുന്ന LXi, VXi, ZXi തുടങ്ങിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേരിയന്റ് പേരുകൾ മാരുതി പൂർണ്ണമായും നിർത്തലാക്കുകയാണ് എന്നതാണ്. പകരം ഉപഭോക്താക്കൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ വെറും ഒറ്റ അക്ഷരമുള്ള പുതിയ നാമകരണത്തിലേക്ക് കമ്പനി മാറുകയാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പുതിയ ബ്രസ ഫേസ് ലിഫ്റ്റ് ആകെ 6 വേരിയന്റുകളിലായിരിക്കും വിപണിയിലെത്തുക. L ഓപ്ഷണൽ, V, Z ഓപ്ഷണൽ, Z+Z എന്നിവയായിരിക്കും ഈ പുതിയ പേരുകൾ. കാർ പ്രേമികളെ ത്രില്ലടിപ്പിക്കുന്ന മറ്റൊരു രഹസ്യം മാരുതി തങ്ങളുടെ ഹരിയാനയിലെ അത്യാധുനിക കാർഖോദ പ്ലാന്റിൽ ഇതിന്റെ ഉൽപാദനം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ്. സാധാരണയായി വാഹനം ലോഞ്ച് ചെയ്താൽ ഉടൻ തന്നെ ഡെലിവറി നൽകുന്നതാണ് മാരുതിയുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ജൂലൈ 24-ലെ ഔദ്യോഗിക റിലീസിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പുതിയ വാഹനം നമ്മുടെ റോഡുകളിൽ നിരന്നു തുടങ്ങും. എന്നാൽ ഇതിലും വലിയ യഥാർത്ഥ മാജിക് ഒളിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ എൻജിൻ ഓപ്ഷനുകളിലാണ്. പെർഫോമൻസ് ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടി കയറ്റാൻ പോകുന്ന മാരുതിയുടെ സ്വന്തം 1.0 ലിറ്റർ 3 സിലിണ്ടർ ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എഞ്ചിൻ ഇത്തവണ ബ്രസയിലേക്ക് തിരിച്ചെത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. 100 bhp കരുത്തും 148 Nm ടോർക്കും നൽകുന്ന ഈ എഞ്ചിൻ പുതിയ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായിട്ടായിരിക്കും സെറ്റാക്കുക. ഇത് വിപണിയിലെ ടാറ്റ നെക്സോണിനും ഹ്യുണ്ടൈ വെന്യൂവിനും നേരിട്ടുള്ള പണിയായിരിക്കും നൽകുക. ഈ ടർബോ എഞ്ചിന് പുറമെ വിശ്വസ്തവും മികച്ച ഇന്ധനക്ഷമത നൽകുന്നതുമായ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും യാത്രാ ചെലവ് ഗണ്യമായി കുറയ്ക്കുന്ന 1.5 ലിറ്റർ പെട്രോൾ CNG പതിപ്പും ലഭ്യമായിരിക്കും. ആദ്യഘട്ടത്തിൽ പെട്രോൾ ടർബോ വേരിയന്റുകൾ മാത്രമായിരിക്കും വിൽപ്പനയ്ക്കെത്തുക. CNG പതിപ്പുകൾ തൊട്ടു പിന്നാലെ വിപണി പിടിക്കും. ഇനി വാഹനത്തിന്റെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ സർപ്രൈസുകളാണ് മാരുതി കരുതി വച്ചിട്ടുള്ളത്. അടുത്തിടെ പരസ്യ ചിത്രീകരണത്തിനിടയിൽ ക്യാമറ പെട്ട പുതിയ ബ്രസയുടെ ഡിസൈൻ സൂചനകൾ പ്രകാരം മുന്നിലെയും പിന്നിലെയും ബമ്പറുകൾ കൂടുതൽ മസ്കുലർ ലുക്കിൽ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ക്രോം ഘടകങ്ങൾ നിറഞ്ഞ പുതിയ ഗ്രില്ലും സ്പോർട്ടി ഭാവം നൽകാൻ ചില വേരിയന്റുകളിൽ ഹെഡ്ലാമ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുവന്ന സ്ട്രിപ്പും നൽകിയിട്ടുണ്ട്. വശങ്ങളിൽ പുതിയ 4 സ്പോക്ക് 16-ഇഞ്ച് അലോയ് വീലുകൾ വലുപ്പമേറിയ ലുക്കാണ് നൽകാൻ പോകുന്നത്. LED ഹെഡ്ലാമ്പുകളും J-ഷേപ്പ് DRLുകളും നിലനിർത്തിയിട്ടുണ്ട് എങ്കിലും റിയർ ബമ്പറിനും ടെയിൽ ലാമ്പുകൾക്കും പുതിയൊരു ടച്ച് നൽകാൻ കമ്പനി മറന്നിട്ടില്ല. എന്നാൽ യഥാർത്ഥ വിപ്ലവം നടന്നിരിക്കുന്നത് കാറിനുള്ളിലാണ്. നിലവിലെ 9-ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന് പകരം കൂടുതൽ വലിയ 10.1 ഇഞ്ച് ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം നൽകാൻ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, വയർലെസ് ചാർജിംഗ്, അപ്ഗ്രേഡ് ചെയ്ത ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ, കൂടാതെ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ എന്നിവ ഇതിലുണ്ടാവുന്നതാണ്. ഇനി ഫീച്ചറുകളിലെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്നാൽ ഈ സെഗ്മെന്റിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ലെവൽ 2 ADAS സംവിധാനവും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട് എന്നതാണ്. ടാക്സ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും മാരുതി ഇവിടെ കൃത്യമായ കളി തന്നെ കളിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ GST നിയമപ്രകാരം 1.2 ലിറ്ററിൽ താഴെയുള്ള പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്ന 4 മീറ്ററിൽ താഴെയുള്ള വാഹനങ്ങൾക്ക് 18% നികുതി മാത്രമാണ് ഈടാക്കുക. അതുകൊണ്ട് തന്നെ പുതിയ 1.0 ലിറ്റർ ടർബോ എഞ്ചിൻ വഴി മികച്ച പെർഫോമൻസ് നൽകുമ്പോൾ തന്നെ വില വളരെ കുറച്ച് നിർത്താനും മാരുതിക്ക് സാധിക്കും. ഏകദേശം 8.5 ലക്ഷം രൂപ മുതൽ 13 ലക്ഷം രൂപ വരെയായിരിക്കും വിപണിയിൽ ഇതിന്റെ പ്രതീക്ഷിക്കുന്ന എക്സ്-ഷോറൂം വിലയായിട്ട് കണക്കാക്കുന്നത്. ഈ മികച്ച ഫീച്ചറുകളും സ്പോർട്ടി ലുക്കും ടർബോ പവറുമായി എത്തുന്ന പുതിയ ബ്രസ ഫേസ് ലിഫ്റ്റ് എതിരാളികളുടെ ഉറക്കം കെടുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വാഹനത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതിന്റെ പ്രതീക്ഷകൾ എന്തെല്ലാമാണെന്ന് കമന്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.